Dear students, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രീക്വൻസി മോഡുലേഷനെ കുറിച്ചിട്ടാണ്. ഇപ്പം എന്താണ് ഫ്രീക്വൻസി മോഡുലേഷൻ എന്നും അതിൻ്റെ പാരാമീറ്റേഴ്സും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആപ്ലിക്കേഷനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നിങ്ങളിവിടെ ഈ റെഡ് ലേസർ പോയിന്റിൽ ഞാൻ പോയിന്റ് ചെയ്യുമ്പോൾ കാണുന്നില്ലേ, ഇത് കുറച്ച് പേരെങ്കിലും നേരിട്ടും ഒരുപാട് പേര് സിനിമയിലും കണ്ടിട്ടുള്ള ഒരു ആന്റിന ആണ്. ഇതിൻ്റെ റഡാറിൻ്റെ റഡാർ ആന്റിനയാണ് ഇത്. അതുപോലെ തന്നെ ഈ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സിനിമകളിൽ നിങ്ങൾക്ക് കൺട്രോൾ റൂമിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും ഇങ്ങനത്തെ ഒരു റഡാർ ഡിസ്പ്ലേ സിസ്റ്റം. ഈ റഡാർ ഡിസ്പ്ലേ സിസ്റ്റത്തിലെ ഈ ഒരു ബ്ലൂയിഷ് കളറിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തുള്ള വിമാനങ്ങൾ അതുപോലെയുള്ള വേറെ ബോഡീസിൻ്റെ പ്രസൻസിനെയാണ്. അപ്പോൾ ഇതേ സംഭവം തന്നെ നമുക്ക് ഭൂമിക്കടിയിലും കടലിനടിയിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതെല്ലാം പോസിബിൾ ആക്കുന്ന എന്താണ്? റഡാർസ് ആണ്. ഒട്ടുമിക്ക റഡാറുകളും വർക്ക് ചെയ്യുന്നത് ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഫ്രീക്വൻസി മോഡുലേറ്റഡ് കണ്ടിന്യൂസ് വേവ് റഡാർസ് ആണ് ഇതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. മിലിറ്ററി ആപ്ലിക്കേഷൻസിനാണെങ്കിലും നഷ്ടപ്പെട്ടു പോയ വിമാനങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനാണെങ്കിലും മൈനിങ് പർപ്പസുകൾക്കാണെങ്കിലും ഒക്കെ. അപ്പോൾ എന്തൊക്കെയാണ് ഫ്രീക്വൻസി മോഡുലേഷൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് നോക്കാം. FM റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് നമുക്ക് എല്ലാവർക്കും അത്രയും സുപരിചിതമായിട്ടുള്ളതാണ് ഫ്രീക്വൻസി മോഡുലേഷൻ. FM റേഡിയോ, അവിടെ നമ്മൾ ഫ്രീക്വൻസി മോഡുലേഷനാണ് യൂസ് ചെയ്യുക. റഡാർസിൽ സിസ്മിക് പ്രോസ്പെക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് ക്വേക്ക് വരാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വരാൻ സാധ്യതയുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീക്വൻസി മോഡുലേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ടെലിമെട്രി അതൊരു ടൈപ്പ് ഓഫ് ഫോർകാസ്റ്റിംഗ് ആണ്, അതായത് ഒരു മുൻകൂട്ടി പറയലാണ്. പിന്നെ വീഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം, ഇത്രയുമാണ് ഫ്രീക്വൻസി മോഡുലേഷൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കണ്ടന്റിലേക്ക് കടക്കാം. എന്താണ് ആംഗിൾ മോഡുലേഷൻ? ഇപ്പോൾ മോഡുലേഷൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. രണ്ട് ടൈപ്പാണ് മോഡുലേഷൻ. വൺ ഇസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആൻഡ് അതർ ഇസ് ആംഗിൾ മോഡുലേഷൻ. ആംഗിൾ മോഡുലേഷൻ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഫേസ് മോഡുലേഷൻ ആൻഡ് ഫ്രീക്വൻസി മോഡുലേഷൻ. ഇപ്പോൾ ആംഗിൾ മോഡുലേഷന് സൈഡ് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഫേസ് മോഡുലേഷൻ എന്ന് എഴുതാം. ആംഗിൾ മോഡുലേഷൻ എന്ന് എഴുതിയതിന് ശേഷം തൊട്ട് താഴെ ഫേസ് മോഡുലേഷൻ, PHASE, ഫേസ് മോഡുലേഷൻ. അപ്പോൾ എങ്ങനെയാണ് ഞാൻ മോഡുലേഷൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു തന്നിട്ടുള്ളത്? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ ഡെഫിനിഷൻ എഴുതുക, ഇവിടെ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ഥാനത്ത് എന്താക്കി മാറ്റുക? ഫേസ് എന്ന് ആക്കി മാറ്റുക. വളരെ ഈസി ആയില്ലേ? ദ പ്രോസസ് ഓഫ് വേരിയിങ് ദ ഫേസ് ഓഫ് ദ carrier signal according to the instantaneous value of the message signal is called phase modulation. Next side heading കൊടുക്കുക, frequency modulation. Phase modulation just definition മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഫ്രീക്വൻസി മോഡുലേഷനിൽ നമ്മൾ AM-ൽ ചെയ്ത പോലെ 6 പാരാമീറ്റേഴ്സും നമുക്ക് മനസ്സിലാക്കണം. ഡെഫിനിഷൻ, വോൾട്ടേജ് ഇക്വേഷൻ, വേവ് ഫോം, ഫ്രീക്വൻസി സ്പെക്ട്രം, ബാൻഡ് വിഡ്ത്ത്, പവർ. ഈ 6 പാരാമീറ്റേഴ്സും ഓരോന്നായി നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യത്തെ പാരാമീറ്ററിലേക്ക് കടക്കാം. ഇത് എഴുതിയതിന് ശേഷം സൈഡ് ഹെഡിങ് കൊടുക്കുക, ഡെഫിനിഷൻ. ഡെഫിനിഷൻ എല്ലാവർക്കും സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. ഡെഫിനിഷൻ സ്വന്തമായിട്ട് എഴുതാം. എങ്ങനെയാണ് എഴുതേണ്ടത്? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ ഡെഫിനിഷനിൽ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ഥാനത്ത് എന്താക്കി മാറ്റുക? ഫ്രീക്വൻസി എന്നാക്കി മാറ്റുക. അത്രയും മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസി മോഡുലേഷൻ്റെ ഡെഫിനിഷനായി. അപ്പോൾ മോഡുലേഷൻ എന്ന് പറയുന്ന ഒറ്റ ഡെഫിനിഷനിൽ നിന്നും മോഡുലേഷൻ്റെത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ, ഫേസ് മോഡുലേഷൻ, 4-5 ഡെഫിനിഷൻസ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡെഫിനിഷൻസ് എഴുതി കഴിഞ്ഞല്ലോ.
Next side heading, voltage equation. Voltage equation. അപ്പോൾ വോൾട്ടേജ് ഇക്വേഷൻ ഇതാണ്. വി എഫ് എം ഞാൻ പറഞ്ഞിട്ടുണ്ട്. വി സ്റ്റാൻഡ്സ് ഫോർ വോൾട്ടേജ്. എഫ് എം എന്ന് പറയുന്നത് ഏത് മോഡുലേഷൻ ആണോ അതിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇസ് ഈക്വൽ ടു വി സി സൈൻ ഒമേഗ സി ടി പ്ലസ് എം എഫ് കോസ് ഒമേഗ എം ടി. വി എഫ് എം ഇസ് ഈക്വൽ ടു വി സി സൈൻ വിത്തിൻ ബ്രാക്കറ്റ്സിൽ ഒമേഗ സി ടി പ്ലസ് എം എഫ് കോസ് ഒമേഗ എം ടി. ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. ഇതിൻ്റെ ഡെറിവേഷൻ ഒന്നും ചോദിക്കാറില്ല സാധാരണ എക്സാമിന്. ഇങ്ങനെ നമ്മളൊരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഓരോ ടേംസും എന്താണ് എന്ന് നമ്മൾ എഴുതണം. അത് എപ്പോഴും എക്സാമിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം വാല്യൂ ചെയ്യുന്ന ആൾക്ക് അറിയില്ലല്ലോ നിങ്ങൾക്കിപ്പോൾ ഇത് അറിയോ അറിയില്ലേ എന്നുള്ളത്. അപ്പോൾ അത് എഴുതാനുള്ള എളുപ്പ വഴി എന്താ? വി സി. സി സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? കാരിയർ. വി വോൾട്ടേജ്. അപ്പോൾ നമ്മൾ വോൾട്ടേജ് ഓഫ് ദ കാരിയർ സിഗ്നൽ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയർ സിഗ്നൽ. അടുത്ത ഒമേഗ സി. ഒമേഗ എന്ന് പറയുന്നത് 2πf ആണ്. അപ്പോൾ ഒമേഗ സി എന്നായതുകൊണ്ട് 2πfc. ഒമേഗ എം എന്ന് വരുമ്പോൾ 2πf. ഓക്കെ. അടുത്തത് എന്താ? അടുത്ത ടേം എഫ് സി. എഫ് സി എന്താണ്? ഫ്രീക്വൻസി ഓഫ് കാരിയർ സിഗ്നൽ. സി സ്റ്റാൻഡ്സ് ഫോർ കാരിയർ. അടുത്തത് എഫ് എം, ഫ്രീക്വൻസി ഓഫ് മെസ്സേജ് സിഗ്നൽ. എം സ്റ്റാൻഡ്സ് ഫോർ മെസ്സേജ്. നെക്സ്റ്റ് എം എഫ്, മോഡുലേഷൻ ഇൻഡെക്സ് ഓഫ് എഫ് എം സിഗ്നൽ. എ എമ്മിന് ഒരു മോഡുലേഷൻ ഇൻഡെക്സ് ഉണ്ട്, അതേപോലെ തന്നെ എഫ് എമ്മിനും ഉണ്ട്. മോഡുലേഷൻ ഇൻഡെക്സ് ഓഫ് എഫ് എം സിഗ്നൽ. നെക്സ്റ്റ് സൈഡ് ഹെഡിങ്, വേവ് ഫോം. വേവ് ഫോം. വേവ് ഫോം എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് നോക്കുക. ഫസ്റ്റ് വരച്ചിട്ടുള്ള വേവ് ഫോം എന്താണ്? നമ്മുടെ മെസ്സേജ് സിഗ്നൽ ആണ്. ഇത് സ്വപ്നങ്ങളിൽ മാത്രം എന്നൊക്കെ പറയുന്നത് പോലെയാണ്. ഒരിക്കലും മെസ്സേജ് സിഗ്നൽ ഇങ്ങനെ ഒരു പെർഫെക്റ്റ് സൈനസോയിഡൽ വേവ് ഫോം ആയിരിക്കില്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ബുക്സും ടീച്ചേഴ്സും ഒക്കെ ഇങ്ങനെ സൈൻ വേവിനെ നമ്മുടെ മെസ്സേജിനെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വേവ് ഫോം വരയ്ക്കുക. ഞാൻ പറഞ്ഞു തന്ന കാര്യം ഓർമ്മ വേണം. മുകളിലോട്ടുള്ള ഹൈറ്റും താഴോട്ടുള്ള ഹൈറ്റും സെയിം ആയിരിക്കണം. അതേപോലെ തന്നെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ വിഡ്ത്തും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ വിഡ്ത്തും സെയിം ആയിരിക്കണം. ഇങ്ങനെ ഈ വേവ് ഫോം വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ എന്ത് എഴുതണം? മെസ്സേജ് സിഗ്നൽ എന്ന് എഴുതാം. മെസ്സേജ് സിഗ്നൽ. രണ്ടാമത്തത് എന്താണ്? കാരിയർ സിഗ്നൽ. കാരിയർ സിഗ്നൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരേ ടൈം പീരിയഡിൽ വരയ്ക്കാം. കാരിയർ സിഗ്നൽ. മൂന്നാമത് വരച്ചിട്ടുള്ളതാണ് എഫ് എം സിഗ്നൽ. എഫ് എം സിഗ്നൽ വരയ്ക്കാനുള്ള എളുപ്പ വഴി എന്താണ്? പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ വേവിനെ അങ്ങനെ അടുപ്പിച്ച് വരയ്ക്കുക. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ അകത്തി വരയ്ക്കുക. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ അടുപ്പിച്ച് വരയ്ക്കുന്നു, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ അകത്തി വരയ്ക്കുന്നു. അടുപ്പിച്ച് വരയ്ക്കുമ്പോൾ ടൈം പീരീഡ് കുറയും, അപ്പോഴാണ് ഫ്രീക്വൻസി കൂടുക. വോൾട്ടേജ് കൂടുമ്പോൾ ഫ്രീക്വൻസി കൂടുതലായിരിക്കും. ഇതിൽ വരച്ചിട്ടുള്ള പോലെ തന്നെ വരയ്ക്കണം. ഇതിൽ ഒരു സൈക്കിളും പിന്നെ ഇവിടെ ഒരു അരയും ഇവിടെ ഒരു അരയും, അങ്ങനെ മൊത്തം 2 സൈക്കിൾ ഉണ്ടാവും ഈ അകത്തി വരയ്ക്കുന്നതിൽ. അത് അതുപോലെ തന്നെ വരയ്ക്കുക. അപ്പൊ ആദ്യത്തേത് മെസ്സേജ് സിഗ്നൽ, രണ്ടാമത്തേത് കാരിയർ സിഗ്നൽ, മൂന്നാമത്തേത് എഫ് എം സിഗ്നൽ. നെക്സ്റ്റ് സൈഡ് ഹെഡിങ്, ഫ്രീക്വൻസി സ്പെക്ട്രം. എ എമ്മിൻ്റെ കേസിൽ എല്ലാം വിശദമായിട്ട് പറഞ്ഞു തന്നതുകൊണ്ടാണ് ഇത് ഈ വീഡിയോ ഞാനിങ്ങനെ പവർ പോയിന്റിന് വോയിസ് ഓവർ ആക്കിയത്. ഫ്രീക്വൻസി സ്പെക്ട്രം. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ എങ്ങനെയായിരുന്നു? ഒരു കാരിയർ വേവും പിന്നെ വലതുവശത്തേക്ക് ഒരു സൈഡ് ബാൻഡും ഇടതുവശത്തേക്ക് ഒരു സൈഡ് ബാൻഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മൾ എഫ് എമ്മിൻ്റെ കേസിൽ വരുമ്പോൾ 2 സൈഡിലേക്കും ന്യൂമറസ് സൈഡ് ബാൻഡ്സ് ഉണ്ടാവും. അതാണ് ആൽഫ നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ് എന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഓരോ സൈഡ് ബാൻഡ് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ്? എഫ് സി പ്ലസ് എഫ് എമ്മും എഫ് സി മൈനസ് എഫ് എമ്മും ഒരേ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. അതാണ് നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. എഫ് സി പ്ലസ് 2 എഫ് എമ്മും എഫ് സി മൈനസ് 2 എഫ് എമ്മും ഒരേ ആംപ്ലിറ്റ്യൂഡിലാണ് ഉണ്ടാവുക. അങ്ങനെ 2 സൈഡിലേക്കും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ് ഉണ്ടാവും. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ് ഉണ്ടാവും. സോ ബാൻഡ് വിഡ്ത്ത് ഇസ് ഇൻഫിനിറ്റി.
കാരിയർ ഫ്രീക്വൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ളത് ലോവർ സൈഡ് ബാൻഡ്സും റൈറ്റ് സൈഡിലേക്കുള്ളത് അപ്പർ സൈഡ് ബാൻഡ്സ് എന്നാണ് പറയാം. നെക്സ്റ്റ് സൈഡ് ഹെഡിങ് ബാൻഡ് വിഡ്ത്ത്. ബാൻഡ് വിഡ്ത്ത്. For bandwidth of FM signal, bandwidth FM is equal to 2 times delta F plus FM. 2 into delta F plus FM. Where delta F എന്ന് പറയുന്നത് frequency deviation, FM എന്ന് പറയുന്നത് frequency of message signal. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ പിള്ളേരുടെ, അതായത് ഇപ്പോഴത്തെ ഫൈനൽ ഇയേഴ്സിലുള്ള ഒരു കുട്ടീൻ്റെ നോട്ടാണ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുള്ളത്. അത് നോട്ട്ബുക്കിൽ നീറ്റായി എഴുതണം. നമ്മൾ ഇങ്ങനെയാണ് എഴുതേണ്ടത് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത്. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡെൽറ്റ എഫ് പ്ലസ് എഫ് എം, വേർ ഡെൽറ്റ എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡീവിയേഷൻ, എഫ് എം എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ദ മെസ്സേജ് സിഗ്നൽ. നെക്സ്റ്റ് ഇസ് മോഡുലേഷൻ ഇൻഡെക്സ്. അപ്പോൾ എ എമ്മിൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ് ഒന്ന് വ്യത്യസ്തമായിട്ട് എഫ് എമ്മിൻ്റെ മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ ഇക്വേഷനിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ മോഡുലേഷൻ ഇൻഡെക്സ് ഓഫ് എഫ് എം എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ എഫ് ബൈ എഫ് എം ആണ്. ഡെൽറ്റ എഫ് എന്താണ്? ഫ്രീക്വൻസി ഡീവിയേഷൻ. ആ ഫ്രീക്വൻസി ഡീവിയേഷൻ്റെ ഇക്വേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രീക്വൻസി ഡീവിയേഷന് 2 ഇക്വേഷൻ ഉണ്ട്. ഒന്നെങ്കിൽ എഫ് മാക്സ് മൈനസ് എഫ് സി, അല്ലെങ്കിൽ എഫ് സി മൈനസ് എഫ് മിനിമം. ഒന്നെങ്കിൽ എഫ് മാക്സ് മൈനസ് എഫ് മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഫ്രീക്വൻസി, അത് മൈനസ് കാരിയർ ഫ്രീക്വൻസി ചെയ്യാം, അല്ലെങ്കിൽ കാരിയർ ഫ്രീക്വൻസിയിൽ നിന്ന് എഫ് മിനിമം ഫ്രീക്വൻസി കുറക്കുക. ഈ 2 രീതിയിൽ ചെയ്താലും ഫ്രീക്വൻസി ഡീവിയേഷൻ കിട്ടും. അത് ഡിവൈഡഡ് ബൈ മെസ്സേജ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി ചെയ്യുമ്പോൾ കിട്ടുന്ന ടേമാണ് മോഡുലേഷൻ ഇൻഡെക്സ്. ഈ ഡെഫിനിഷൻ ഇങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഈ ബോക്സിലുള്ള ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ആ ഇക്വേഷനെ തന്നെയാണ് അവിടെ സെൻറ്റൻസ് ആക്കി കൊടുത്തിട്ടുള്ളത്. അടുത്തത് കമ്പാരിസൺ ബിറ്റ്വീൻ എ എം ആൻഡ് എഫ് എം. ഇപ്പോൾ ഫ്രീക്വൻസി മോഡുലേഷൻ്റെ പാരാമീറ്റേഴ്സ് കഴിഞ്ഞു. പവർ എന്ന് പറയുന്ന പാരാമീറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം ന്യൂമറസ് സൈഡ് ബാൻഡ്സ് ഉള്ളതുകൊണ്ട് അതിൽ 2 സൈഡ് ബാൻഡ്സിൽ മാത്രമായിട്ട് 98% ഓഫ് പവറും കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബാക്കി 5 പാരാമീറ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി കമ്പാരിസൺ ബിറ്റ്വീൻ എ എം ആൻഡ് എഫ് എം ആണ്. അതൊരു ടാബുലർ കോളാണ്. കമ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ടാബുലർ കോളമാണ് വരക്കേണ്ടത്. അപ്പോൾ ഇത് ഒരു വളരെ ഈസി ആയിട്ടുള്ള ടാബുലർ കോളാണ്. 9 പോയിന്റ്സ്. അത് എഴുതിയിട്ടുള്ള രീതി വളരെ എളുപ്പമാണ്. ഇവിടെ ശ്രദ്ധിക്കാം. ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ എം ചേഞ്ചസ് അല്ലേ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഇവിടെ എന്താ മാറുക? ആംപ്ലിറ്റ്യൂഡ് ഡസ് നോട്ട് ചേഞ്ച്. എന്താ മാറുക? ഫ്രീക്വൻസി ചേഞ്ചസ്. ഇവിടെ ഞാൻ പവറിൻ്റെ ഇക്വേഷൻ എഴുതി. പവറിലെ മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ ടേം ഉണ്ടല്ലോ, എം ഉണ്ട്. അപ്പോൾ പവർ ഡിപ്പെൻഡ്സ് ഓൺ മോഡുലേഷൻ ഇൻഡെക്സ്. ഇവിടെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡ് ബാൻഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മോഡുലേഷൻ ഇൻഡെക്സ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, കാരിയറും ഒരു സൈഡ് ബാൻഡും യൂസ്ലെസ് ആണ് എ എമ്മിൽ. ഇവിടെ മൊത്തം പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും യൂസ്ഫുൾ ആണ്. എ എം വളരെയധികം നോയ്സ് എഫക്റ്റഡ് ആവും. ഇവിടെ എഫ് എം തീരെ എഫക്റ്റഡ് അല്ല. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ എഫ് എം റേഡിയോയിൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ അറിയില്ലേ. എ എമ്മിൻ്റെ ബാൻഡ് വിഡ്ത്ത് 2 എഫ് എം ആണ്. അപ്പോൾ അത് മോഡുലേഷൻ ഇൻഡെക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എഫ് എം എന്താണ്? മെസ്സേജ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയാണ്. പക്ഷെ ഇവിടെ ബാൻഡ് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ എന്താ? 2 ഇൻറ്റു ഡെൽറ്റ എഫ് പ്ലസ് എഫ് എം. അപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ മോഡുലേഷൻ ഇൻഡെക്സ്. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇവിടെ ഒരേ ഫ്രീക്വൻസിയിൽ കുറേ ചാനൽസിനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യിക്കാൻ പറ്റില്ല. എഫ് എമ്മിലാണെങ്കിൽ പറ്റും. ഒരേ ഫ്രീക്വൻസിയിൽ കുറേ ചാനൽസ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യിക്കാൻ പറ്റും. ഡിറ്റക്ടർ സർക്യൂട്ട് സിമ്പിളാണ്. ഇപ്പോഴത്തെ സൈഡിലത് കോംപ്ലെക്സ് ആണ്. ഇവിടെ സൈഡ് ബാൻഡ്സ് 2 എണ്ണേ ഉള്ളൂ. ഇവിടെ കുറേ എണ്ണം സൈഡ് ബാൻഡ്സ് ഉണ്ട്. ഇനി പ്രൊപ്പഗേഷൻ ഉപയോഗിക്കുന്ന ഇവിടെ ഗ്രൗണ്ട് വേവ്, സ്കൈ വേവ് ആണ്. ഇവിടെ സ്പേസ് വേവ് ആണ്. ഇത് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഓരോ ടൈപ്പ് ഓഫ് പ്രൊപ്പഗേഷനും അതെവിടെയൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്.
ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഫസ്റ്റ് സ്ലൈഡിൽ കണ്ട ആപ്ലിക്കേഷൻസ് ഓഫ് FM കൂടി എഴുതണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്? എന്താണ് ആംഗിൾ മോഡുലേഷൻ, എന്താണ് ഫേസ് മോഡുലേഷൻ, FM മോഡുലേഷനും അതിൻ്റെ പാരാമീറ്റേഴ്സും FM-ഉം AM-ഉം തമ്മിലുള്ള കമ്പാരിസണും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.